യുഎസിന്റെ ഭീഷണികൾ വകവയ്ക്കാതെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കിയതിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വലിയ വിമർശനങ്ങളാണ് അടുത്തിടെയായി ഉയർന്നുവരുന്നത്. മോദി പുടിൻ സൗഹൃദം അവസാനിപ്പിക്കാൻ കഠിന ശ്രമങ്ങൾ നടത്തുകയും തീരുവ ചുമത്തി ഇന്ത്യയെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനുള്ള ട്രംപിന്റെ ശ്രമം ലോക പരാജയമായിരുന്നെന്നാണ് യുഎസിലെ പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാജയമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ കാരണമെന്നും അതിന്റെ പേരിൽ ട്രംപിന് നൊബേൽ നൽകണമെന്നും പെന്റഗൺ ഉദ്യോഗസ്ഥൻ റൂബിൻ വ്യക്തമാക്കി. ഇന്ത്യ തടസ്സമില്ലാതെ ഇന്ധനം കയറ്റി അയക്കുമെന്ന് ഇന്ത്യ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ച സാഹചര്യത്തിലാണ് വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ട്രംപിന്റെ നടപടികളിൽ യുഎസ് ജനത ഞെട്ടിയെന്നും ഇന്ത്യയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ യുഎസ് ഇന്ത്യയോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ പുകഴ്ത്തലുകളാണ് ഇന്ത്യ യുഎസ് ബന്ധം വഷളാക്കിയതെന്നും കൂട്ടിച്ചേർത്തു. ഈ പുകഴ്ത്തലുകൾ പാകിസ്ഥാനികളുടെ അല്ലെങ്കിൽ അവരുടെ പിന്താങ്ങുന്നവരുടെ കൈക്കൂലിയായിരുന്നു. അത് അത്യന്തം അപകടകരമാണ്. അമേരിക്കയ്ക്ക് ദീർഘകാലത്തേക്ക് തന്ത്രപരമായ പ്രത്യാഘാതങ്ങളും ബലഹീനതകളും അതുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുകയും ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നും പറയുകയും ചെയ്ത യുഎസ് നടപടി ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുഎസ് പാകിസ്ഥാൻ ചേരുന്നത് തന്ത്രപരമായ യുക്തിയല്ലെന്നും പാകിസ്ഥാനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായി പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞു. പാകിസ്ഥാന്റെ സംയുക്ത സേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ യുഎസിൽ വന്നാൽ ആദരിക്കുന്നതിനു പകരം അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂണിൽ അസീം മുനീറിന് വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപ് വിരുന്നു നൽകിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായിക്കുകയാണെന്ന് പറഞ്ഞ് ഇന്ത്യക്ക് 25% പിഴ ട്രംപ് ചുമത്തിയിരുന്നു. അതേസമയം ഇന്ത്യ റഷ്യ ബന്ധം പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഡൽഹി സന്ദർശനത്തോടെ വാർഷിക ഉച്ചകോടികളുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനും പ്രയോഗത്തിനും ഈ വർഷം 25 വർഷം തികയുന്നുണ്ട്. 2022 റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനു ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള ആദ്യ സന്ദർശനമായിരുന്നു ഇത്. മോസ്കോയ്ക്കെതിരെ മുഴുവൻ പടിഞ്ഞാറും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറണ്ടുള്ള മിസ്റ്റർ പുടിൻ തന്നെയും ആക്രമണം നടത്തിയിരുന്നു. മാറ്റങ്ങളില്ലാതെ യുഎസിന്റെ സമാധാന നിർദ്ദേശം അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം സമീപ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ യൂറോപ്പുമായുള്ള പിരിമുറുക്കം കൂടുതൽ വർദ്ധിപ്പിച്ച ഉക്രൈനെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അത്തരമൊരു സമയത്ത് മിസ്റ്റർ പുടിനെ ക്ഷണിച്ചത് മോദി സർക്കാർ മോസ്കോയിലേക്കും പടിഞ്ഞാറൻ തലസ്ഥാനങ്ങളിലേക്കും ഒരു സന്ദേശം അയക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പുടിനെ നേരിട്ട് സ്വീകരിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം സർക്കാർ അദ്ദേഹത്തിന് ഒരു സംസ്ഥാന സന്ദർശനം അനുവദിക്കുന്നതും പാശ്ചാത്യ രാജ്യങ്ങൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടയിലും പുടിൻ ഇപ്പോഴും ഒരു സുഹൃത്താണെന്ന സന്ദേശമാണ് നൽകുന്നത്. സമാധാന ശ്രമങ്ങളെക്കുറിച്ച് മോദി നിരന്തരം സംസാരിക്കുമ്പോൾ യുദ്ധത്തിന് റഷ്യയെ വിമർശിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കില്ല എന്നതാണ്. ഇന്ത്യൻ എണ്ണ കമ്പനികൾക്കെതിരായ കർശനമായ ഉപരോധങ്ങളും യുഎസിന്റെ 25% താരിഫ് സർചാർജും ഉൾപ്പെടെയുള്ള ഭൗമരാഷ്ട്രീയ ഘടകങ്ങൾ ഇന്ത്യയെ ഈ ഇറക്കുമതി ഉപേക്ഷിക്കാൻ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിലും റഷ്യയെ സാമ്പത്തികമായി ഇടപഴകുന്നതിനുള്ള മറ്റു വഴികൾ ഇന്ത്യ ഇപ്പോഴും തേടുന്നു എന്നതാണ്. അതിനായി മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ നിന്നുള്ള നേട്ടങ്ങൾ വിവരിക്കുമ്പോൾ തൊഴിൽ മൊബിലിറ്റി കരാർ, റഷ്യയിൽ ഒരു യൂറിയ പ്ലാന്റ് സംയുക്തമായി സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം, മോദിയുടെ 2024 മോസ്കോ സന്ദർശന വേളയിൽ ആരംഭിച്ച സാമ്പത്തിക റോഡ് മാപ്പ് സ്വീകരിക്കൽ എന്നിവ ഉദ്യോഗസ്ഥർ എടുത്തു കാണിച്ചു. കൂടുതൽ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, സമുദ്ര ഇടനാഴികൾ ഉപയോഗിച്ച് കണക്ടിവിറ്റി വികസിപ്പിക്കുക, ഉപരോധങ്ങൾ മറികടക്കാൻ ഒരു ദേശീയ കറൻസി പേയ്മെന്റ് സംവിധാനം പ്രാപ്തമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ റോഡ് മാപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.